ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റ് അവേഴ്സ് ആൻഡ് ഇയേഴ്സിലെ 2ാമത്തെ സ്റ്റോറി ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പഠിക്കാം. എന്താണ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി. അപ്പം നന്ദിയുടെ കടങ്ങൾ അല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഡെപ്റ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ബൈ സെൽമ ലാഗർലോഫ്. A few days ago, I was sitting in the train, bound for Stockholm. എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ട്രെയിനിലിരിക്കുകയായിരുന്നു, സ്റ്റോക്ക്ഹോമിലേക്ക് പോവുകയായിരുന്നു. ഇറ്റ് വാസ് ഏർലി ഈവനിങ്, വൈകുന്നേരം സന്ധ്യയായ സമയമായിരുന്നു. There was little light in my compartment and none at all outside. എന്താണ് ഇരുടായി തുടങ്ങി, പുറത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. My fellow passengers were dozing. എൻ്റെ കൂടെയുള്ള യാത്രക്കാരൊക്കെ എന്തായിരുന്നു, അവർ കുറച്ച് നേരം ഇങ്ങനെ മയങ്ങിപ്പോയില്ല, അങ്ങനെ ഹ്രസ്വമായിട്ട് ഉറക്കം തുടങ്ങിയിരുന്നു, മയങ്ങിപ്പോയിരുന്നു. I was very quiet listening to the rattling of the train. ഞാൻ വളരെ ഒറ്റയ്ക്കായിരുന്നു, അതിനവിടെ വളരെ ശാന്തമായിട്ട് ഇരുന്നിട്ട് ഈ ട്രെയിനിൻ്റെ ശബ്ദം, റാറ്റ്ലിംഗ് ഉദ്ദേശിച്ച ട്രെയിൻ പോകുമ്പോഴുള്ള ചടുപടമായ ശബ്ദം ശ്രദ്ധിക്കുകയായിരുന്നു. And then I began to think of all the other times I had come up to Stockholm. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതുവരെ ഞാൻ സ്റ്റോക്ക്ഹോമിലേക്ക് വന്നതിനെക്കുറിച്ച്. It had usually been to do something difficult. ഇത്ര നാൾ ഞാൻ വന്നത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരുന്നു. Such as to pass examinations. പരീക്ഷ പാസ്സാവാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇതുവരെ സ്റ്റോക്ക്ഹോമിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. And now I was coming to receive the prize in literature. എന്താണ് ലിറ്ററേച്ചറിലെ പ്രൈസ് വാങ്ങാൻ, നോബൽ പ്രൈസ് വാങ്ങാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. That too I thought would be difficult. ശരിക്കും പറഞ്ഞാൽ അതും കുറച്ച് വിഷമമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താണ് deep within me, however, was a wondrous joy at receiving this prize. എന്താണ് എനിക്ക് എൻ്റെ ഉള്ളിൽ ശരിക്കും വല്ലാത്തൊരു അല്ലേ വിസ്മയവും ആവേശവും ആശങ്കയൊക്കെ ഉണ്ട്. I tried to dispel my anxiety by thinking of those who would rejoice at my good fortune. എന്താണ് എൻ്റെ ആ ഒരു ടെൻഷനൊക്കെ, എൻ്റെ ആ ടെൻഷനൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഡിസ്പെൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊക്കെ ഒഴിവാക്കിയത് എങ്ങനെയാണ്, എൻ്റെ ആങ്സൈറ്റി, എൻ്റെ ടെൻഷൻ ഞാൻ ഒഴിവാക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവർ, എനിക്ക് ഈ സമ്മാനം കിട്ടിയെന്ന് അറിയുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ ഒരുപാട് സന്തോഷിക്കും, അത് ഓർത്തിട്ടാണ്. ആരൊക്കെയുള്ളത് അവിടെ? There were my good friends, എൻ്റെ നല്ല കൂട്ടുകാരുണ്ട്. My brothers and sisters, എൻ്റെ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. And first and foremost, my old mother, who sitting back home was happy to have lived to see this day. എന്താണ് ഇവർക്കെല്ലാം പുറമെ എൻ്റെ അമ്മ, അങ്ങ് വീട്ടിലിരിക്കുന്ന എൻ്റെ വയസ്സായ അമ്മയ്ക്കായിരിക്കും ഏറ്റവും സന്തോഷം. കാരണം ഞാൻ ഈ അവാർഡ് വാങ്ങുന്നത് കാണാൻ വേണ്ടി ജീവിച്ചിരുന്നതിനെ കുറിച്ച് ഓർത്ത് അമ്മ ഏറ്റവും അഭിമാനിക്കും. But then I thought of my father and felt a deep sorrow that he was no longer alive. എന്താ പറയുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ അച്ഛനെ കുറിച്ച് ഓർത്തു. എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവനോടെ ഇല്ലല്ലോ, ഇത് കാണാൻ വേണ്ടി എന്ന് ഓർത്തിട്ട് ഞാൻ സങ്കടപ്പെട്ടു. I could not go and tell him that I had been awarded the Nobel Prize. I knew that no one would have been happier than he to hear this. Yes, it was a deep sorrow to me that I could not tell him. എന്താ പറയുന്നത്? എനിക്ക് ലിറ്ററേച്ചറിലെ നോബൽ പ്രൈസ് കിട്ടിയെന്ന് എനിക്ക് എൻ്റെ അച്ഛനോട് പറയാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. അത് എൻ്റെ ഏറ്റവും വലിയ സങ്കടങ്ങളൊന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനായിരിക്കും ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തി എന്നാണ്. അത് കേട്ട് കഴിഞ്ഞാൽ, ഈ വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുമായിരുന്ന വ്യക്തി എൻ്റെ അച്ഛനായിരുന്നു എന്നാണ് റൈറ്റർ പറയുന്നത്. All rustle and bustle ceased and the sound of the wheels became a soothing, peaceful melody. എന്താണ് പെട്ടെന്ന് ഞാൻ അങ്ങനെ അച്ഛനെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ തിരക്കും ബഹളവും ഒക്കെ അവസാനിച്ചതായിട്ട് തോന്നി. റസിൽ ആൻഡ് ബസിൽ എന്ന് പറഞ്ഞാൽ തിരക്കും ബഹളവും ഒക്കെ, സീസ്ഡ് എന്ന് പറഞ്ഞാൽ അവസാനിച്ചു. എന്നിട്ടോ ആൻഡ് ദ സൗണ്ട് ഓഫ് ദ വീൽസ് ബിക്കേം എ സൂത്തിങ് പീസ്ഫുൾ മെലഡി. ആ വീൽസിൻ്റെ ആ ഒരു വല്ലാത്തൊരു ശബ്ദം ഉണ്ടായിരുന്നു അല്ലേ, ആ സൗണ്ടൊക്കെ എന്തായി മാറി, എനിക്കൊരു സൂത്തിങ് ആയിട്ടുള്ള വളരെ സമാധാനമുള്ള മ്യൂസിക്കായിട്ട്, മെലഡിയായിട്ട് തോന്നി. The coaches no longer seemed to run on the rails and sleepers but to glide into space. ഞാൻ പോകുന്ന കോച്ചസ് അല്ലേ, ട്രെയിന് ആ റെയിൽ പാളത്തിലേക്ക് ഓടുന്നതായിട്ടല്ലാണ്ട് ഞാൻ ആ സ്പേസിൽ ഒഴുകി നീങ്ങുന്നത് പോലെ തോന്നി. അങ്ങ് ബഹിരാകാശത്ത് ഇങ്ങനെ ഒഴുകി നീങ്ങുന്ന പോലെ, ഒരു സൗണ്ടൊന്നും ഇല്ലാണ്ട് ബഹിരാകാശത്ത് ഒഴുകി നീങ്ങുന്ന പോലെ എനിക്ക് തോന്നി. എന്താ പറയുന്നത്? അച്ഛനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഈ ഒരു ലോകത്ത് നിന്ന് അവർ, കവി അല്ലെങ്കിൽ എഴുത്തുകാരി മറ്റൊരു ലോകത്തേക്ക് പോയി കേട്ടോ. ഓർമ്മകൾ. I sat there and thought how much I should like to see my old father again. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, മരിച്ചുപോയ എൻ്റെ അച്ഛനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. So light and soundless was the movement of the train that I could hardly imagine I was on this earth. ഒട്ടും സൗണ്ട് ഇല്ലാത്ത പോലെയായിരുന്നു അല്ലേ. എങ്ങനെയാണ്
സോ ലൈറ്റ്, വളരെ ശബ്ദമില്ലാണ്ട് ശാന്തമായിട്ട് സൗണ്ട്ലെസ് ആയിട്ട് ആയിരുന്നു ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ ഭൂമിയിലാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പോയി. അങ്ങനെ എനിക്ക് തോന്നിയില്ല, ഞാൻ ഈ ഭൂമിയിലാണെന്ന് പോലും എനിക്ക് തോന്നിയില്ല. ആൻഡ് സോ ഐ ബിഗാൻ ടു ഡേ ഡ്രീം, ഞാനങ്ങനെ ദിവാസ്വപ്നം കാണാൻ തുടങ്ങി. ജസ്റ്റ് തിങ്ക് ഇഫ് ഐ വർ ഗോയിങ് ടു മീറ്റ് ഫാദർ ഇൻ പാരഡൈസ്, ഞാൻ എൻ്റെ അച്ഛനെ സ്വർഗത്തിൽ കണ്ടുമുട്ടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഐ സീം ടു ഹാവ് ഹേർഡ് ഓഫ് സച്ച് തിങ്സ് ഹാപ്പനിങ് ടു അതർ പീപ്പിൾ, വൈ ദെൻ നോട്ട് ടു മൈ സെൽഫ്, എന്താണ് മറ്റു പലർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ട പോലെ തോന്നി, അങ്ങനെ ഓർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിക്കൂടാ, മറ്റുള്ളവർക്കാവുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. ദ ട്രെയിൻ വെൻ ഗ്ലൈഡിങ് ഓൺ ബട്ട് ഇറ്റ് ഹാഡ് എ ലോങ് വേ ടു ഗോ യെറ്റ് ആൻഡ് മൈ തോട്ട്സ് റേസ്ഡ് ഹെഡ് ഓഫ് ഇറ്റ്. എന്താണ് ആ ട്രെയിൻ ഇങ്ങനെ ഒഴുകി നീങ്ങിക്കൊണ്ടേയിരുന്നു, ഇനിയും ഒരുപാട് ദൂരം അതിന് പോകാനുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മകൾ, എൻ്റെ ചിന്തകളൊക്കെ അതിൻ്റെയൊക്കെ മേലെയായിരുന്നു. അങ്ങനെ എന്താണ് അതിൻ്റെ മേലേക്ക് പോയി. ഫാദർ വിൽ സെർട്ടൻലി ബി സിറ്റിംഗ് ഇൻ എ റോക്കിംഗ് ചെയർ ഓൺ എ വരാന്ത വിത്ത് എ ഗാർഡൻ ഫുൾ ഓഫ് സൺഷൈൻ ഫ്ലവേഴ്സ് ആൻഡ് ബേർഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. എന്താണ് എൻ്റെ അച്ഛൻ എന്തായാലും എങ്ങനെയുണ്ടാവുക, വരാന്തയിൽ ഒരു ആടുന്ന കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, മുമ്പിലൊരു പൂന്തോട്ടമൊക്കെ ഉണ്ടാവും, മുഴുവൻ പക്ഷികളൊക്കെ ഉണ്ടാവും അദ്ദേഹത്തിന് മുമ്പിൽ. ഹി വിൽ ബി റീഡിങ് ഓഫ് കോഴ്സ്, ബട്ട് വെൻ ഹി സീസ് മീ ഹി വിൽ പുട്ട് ഡൗൺ ഹിസ് ബുക്ക്, പുഷ് ഹിസ് സ്പെക്ടക്കിൾസ് ഹൈ അപ്പോൺ ഹിസ് ഫോർഹെഡ് ആൻഡ് ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക് ടുവേർഡ് മീ. എന്താ പറയുന്നത്, എന്തായാലും അച്ഛൻ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. പക്ഷേ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛൻ ആ കണ്ണട കണ്ണിലിരുന്ന കണ്ണട എടുത്ത് നെറ്റിയിലേക്ക് കയറ്റി വെച്ച് പതുക്കെ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വരും, ബുക്കൊക്കെ താഴെ വെച്ച് പതുക്കെ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വരും. ഹി വിൽ സേ, ഗുഡ് ഡേ മൈ ഡോട്ടർ, ഐ എം വെരി ഗ്ലാഡ് ടു സീ യു, ഓർ വൈ ആർ യു ഹിയർ ആൻഡ് ഹൗ ആർ യു മൈ ചൈൽഡ്, ജസ്റ്റ് ആസ് ഹി ഓൾവേസ് യൂസ് ടു ഡു. എന്താണ് അച്ഛൻ പതുക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഗുഡ് മോർണിംഗ് മോളെ, നല്ല ദിവസം മോളെ, എൻ്റെ മോള് സുഖമായിരിക്കുന്നോ, നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറയും. ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ചോദിക്കും, നീ എന്താ ഇവിടെ, നീ എങ്ങനെ സുഖമായിരിക്കുന്നോ എന്ന് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. എപ്പോഴും അങ്ങനെയാണ് അച്ഛൻ ചെയ്യാറുള്ളത്. ഹി വിൽ സെറ്റിൽ അഗെയിൻ ഇൻ ഹിസ് റോക്കിംഗ് ചെയർ ആൻഡ് ഓൺലി ദെൻ ബിഗിൻ ടു വണ്ടർ വൈ ഐ ഹാവ് ടു കം ടു സീ ഹിം. അച്ഛൻ വീണ്ടും പോയിട്ട് ആ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, എന്തിനായിരിക്കും ഇവൾ എന്നെ കാണാൻ വന്നത് എന്ന് ചിന്തിക്കും. യു ആർ ഷുവർ ദർ ഇസ് നത്തിങ് അമിസ്, എന്താ പറയുന്നത്, ഒന്നും ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ അവിടെ. യു ഷുവർ ദർ ഇസ് നത്തിങ് അമിസ്, എന്താണ് നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അച്ഛൻ എന്നോട് ചോദിക്കും. അമിസ് എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്തതായിട്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നീ ഉറപ്പല്ലേ നിനക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അച്ഛൻ ചോദിക്കും. ഹി വിൽ ആസ്ക് സഡൻലി, ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ അച്ഛൻ ചോദിക്കും. നോ ഫാദർ, ഓൾ ഈസ് വെൽ, ഐ വിൽ റിപ്ലൈ. ഇല്ല അച്ഛാ, എല്ലാം ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ റിപ്ലൈ ചെയ്യും, മറുപടി കൊടുക്കും. But then, just as I am about to break my news to him, I will decide to keep it back just a while longer and try the indirect approach. എന്താണ് എൻ്റെ ഈ ഹാപ്പിനെസ്സിൽ എനിക്ക് ഈ അവാർഡ് കിട്ടിയ കാര്യം ഡയറക്റ്റ് പറയുന്നതിനേക്കാൾ ഞാനൊരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയും, വേറൊരു രീതിയിൽ അച്ഛനോട് ഞാനത് അവതരിപ്പിക്കും. I have come to ask you for advice, father, I will say, for I am very heavily in debt. എന്താണ് ഞാൻ അച്ഛനോടൊരു ഉപദേശം ചോദിക്കാനാണ് അച്ഛൻ വന്നത്, കാരണം ഞാനൊരു വലിയ കടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് ഞാൻ അച്ഛനോട് പറയും. അപ്പോൾ എന്താ അച്ഛൻ മറുപടി പറയാം, ഐ എം അഫ്രൈഡ് യു വിൽ നോട്ട് ഗെറ്റ് മച്ച് ഹെൽപ്പ് ഫ്രം മീ ഇൻ ദിസ് മാറ്റർ, ഫാദർ വിൽ റിപ്ലൈ. എന്താ പറയുന്നത്, പക്ഷേ എന്താ ചെയ്യുക, എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ലല്ലോ എന്ന് അച്ഛൻ പറയും. വൺ മേ വെൽ സേ ഓഫ് ദിസ് പ്ലേസ് ആൻഡ് ദാറ്റ് ഇറ്റ് ഹാസ് എവറിത്തിങ് എക്സെപ്റ്റ് മണി. എല്ലാവരും പറയും അവിടെ എല്ലാം ഉണ്ട്, പക്ഷേ പൈസ ഇല്ല എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് മണി ദറ്റ് ഐ ഓഫ്. അപ്പം മോള് പറയലാണ്, പക്ഷേ അച്ഛാ ഞാൻ പൈസ അല്ല കടപ്പെട്ടിരിക്കുന്നത്, പൈസക്കല്ല ഞാൻ കടപ്പെട്ടിരിക്കുന്നത്, ഓഫ് എന്ന് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുക. ഡു യു റിമെമ്പർ ഹൗ യു യൂസ് ടു പ്ലേ ദ പിയാനോ ആൻഡ് സിംഗ് ബെൽമാൻ സോങ്? എന്താ ചോദിക്കുന്നത്, സോങ്സ്? എന്താ ചോദിക്കുന്നത്, അച്ഛന് ഓർമ്മയുണ്ടോ പണ്ട് ഞങ്ങൾക്ക് പിയാനോ വായിച്ചു തന്നതും പിന്നെ അതുപോലെ ബെൽമാൻ്റെ പാട്ടുകൾ പാടി തന്നതൊക്കെ നിങ്ങൾക്ക് അച്ഛന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കലാണ്. ആൻഡ് ഹൗ യു വുഡ് ലെറ്റ് us റീഡ് ടെഗ്നർ ആൻഡ് റൂണബർഗ് ആൻഡ് ആൻഡേഴ്സൺ. ആൻഡ് അതുകൂടാതെ എന്താണ് ഇവരെയൊക്കെ, ഇതൊക്കെ സ്വീഡിഷ് എഴുത്തുകാരാണ്, ടെഗ്നർ, റൂണബർഗ് ആൻഡ് ആൻഡേഴ്സൺ ഒക്കെ എഴുത്തുകാരാണ്, സ്വീഡിഷ് എഴുത്തുകാരാണ്. അവരെയൊക്കെ വായിക്കാൻ അച്ഛൻ സമ്മതിച്ചു. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ ഫസ്റ്റ് ഫെൽ ഇൻ ടു ഡെപ്റ്റ്. അപ്പോഴാണ് ഞാൻ ആദ്യമായി കടക്കെണിയിൽ വീഴുന്നത്. ഫാദർ, ഹൗ ഷൽ ഐ എവർ റീപേ ദം ഫോർ ടീച്ചിങ് മീ ടു ലവ് ഫെയറി ടെയിൽസ് ആൻഡ് സാഗാസ് ഓഫ് ഹീറോസ്? അച്ഛൻ എപ്പോഴാണ് ഞാൻ ഇതിനൊക്കെ കടം അച്ഛന് തന്നു വീട്ടുന്നത്? കാരണം ഫെയറി ടെയിൽസ്, ഇതുപോലെയുള്ള കഥകൾ, നാടൻ കഥകളൊക്കെ വായിക്കാൻ എനിക്ക് ഇഷ്ടം തോന്നിയത് അന്ന് മുതലാണ്. Father will straighten up in his rocking chair and a look of wonder will come into his eyes.
ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് യു ഇൻ ടു ദിസ് ഡെപ്റ്റ് ഹി വിൽ സേ. അച്ഛനങ്ങനെ തിരിച്ച് വീണ്ടും ചാരു കസേല ഇങ്ങനെ നിവർന്നിരിക്കും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ എന്താ പറയുക, വണ്ടർ അല്ലെ, അത്ഭുതം വരും. കാരണം ഇപ്പോൾ എൻ്റെ മോൾ ഇതിനൊക്കെ നന്ദി എന്നോട് പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ ഒരു കടമായിട്ടാണോ എൻ്റെ മോൾ വെച്ചിരിക്കുന്നതെന്ന് ഓർത്ത് അദ്ദേഹത്തിന് അത്ഭുതം തോന്നും. എന്നിട്ട് പറയും, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഈ ഒരു കടക്കടിയിലാണല്ലോ നീ വീണത് എന്നോർത്ത് എന്ന് അദ്ദേഹം പറയും. യെസ്, യു മേ ബി റൈറ്റ് ഫാദർ, ബട്ട് ദെൻ റിമെമ്പർ ദാറ്റ് ഈസ് നോട്ട് ഓൾ ഓഫ് ഇറ്റ്. എന്താ പറയുന്നത്, അച്ചാച്ചൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇത്രമാത്രം അല്ല. തിങ്ക് ഓഫ് ദോസ് പുവർ ഹോംലെസ് വാഗബോൺസ് who used to travel up and down playing the fool and singing all those songs. എന്താ പറയുന്നത്, ഇത്രമാത്രം അല്ല അച്ഛാ, ഞാൻ ഇനിയും കടപ്പെട്ടിരിക്കുന്നു. ആരാണ് പാവങ്ങളായ ആ ജനങ്ങളെ ഓർത്തു നോക്കൂ, വീടില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിയുന്ന വാഗബോൺസ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുന്നവർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവരെന്തൊക്കെയാണ് ചെയ്യുക, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്തിട്ട് അവർ ഒരുപാട് തമാശകൾ കാണിക്കും, ഒരുപാട് അങ്ങനെയുള്ള തമാശ പാട്ടുകളൊക്കെ പാടും ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഞാൻ എങ്ങനെ നന്ദി പറയും? വാട്ട് ഡു ഐ നോട്ട് ഓഫ് ടു ദം ടു ദെയർ മിസ്ചീഫ് ആൻഡ് മാഡ് പ്രാങ്ക്സ്. അവർ കാണിച്ച തമാശകൾക്കും കുസൃതികൾക്കും ഒക്കെ ഞാൻ അവർക്ക് നന്ദി പറയണ്ടേ? ഞാൻ അവർക്കെല്ലാം കടപ്പെട്ടിരിക്കുന്നില്ലേ? And the old men and women sitting in their small grey cottage telling me wonderful stories of water sprites and trolls and enchanted maidens. എന്താ പറയുന്നത്, ആ ചെറിയ ചെറിയ കുടിലുകൾ വീടുകളിൽ താമസിക്കുക വയസ്സായ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും, അവരൊക്കെ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ജലദേവതമാരുടെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, മാന്ത്രിക പെൺകുട്ടികളുടെ കഥകൾ, വണ്ടർഫുൾ ആയിട്ടുള്ള കഥകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അവർക്കൊക്കെ കടപ്പെട്ടിരിക്കുന്നു. It was they who taught me that there is poetry in hard rocks and black forests. എന്താ പറയുന്നത്, അവരാണ് എന്നെ പഠിപ്പിച്ചത് കവിത എല്ലാത്തിലുമുണ്ട്. എന്തിനാണ്, മനുഷ്യന്മാരിലും ഇതിലും മാത്രമല്ല ഉള്ളത്, ജീവികളിലും മാത്രമല്ല ഉള്ളത്, പിന്നെ ഇതിലാണ് ഹാർഡ് റോക്സ്, വലിയ പാറകളിലും കറുത്ത ഫോറസ്റ്റ്, ഈ കാടുകളിലും ഒക്കെ പോയട്രി ഇരിക്കുന്നു എന്ന് എന്നെ പഠിപ്പിച്ചത് അവരാണ്. And I am in debt not only to people, there is the whole of nature as well. എന്താണ്, ഞാൻ മനുഷ്യന്മാർക്ക് മാത്രമല്ല ഈ പ്രകൃതിക്ക് തന്നെ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. The animals that walk the earth, the birds in the skies, the trees and flowers, they have all told me some of their secrets. എന്താണ്, എല്ലാവർക്കും അല്ലേ, ആനിമൽസ്, മൃഗങ്ങൾ, ഭൂമിയിൽ നടക്കുന്ന ഓരോ മൃഗങ്ങൾക്കും, ആകാശത്തിൽ പറക്കുന്ന പക്ഷികൾക്കും പറവകൾക്കും മരങ്ങൾക്കും പൂവുകൾക്കും, അങ്ങനെ ഇവരെല്ലാം എനിക്ക് ഓരോരോ കഥകൾ, അവരുടെ സീക്രട്ടുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അവർക്കെല്ലാം കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. Father will be as carefree and relaxed as he used to be. Never fear, child. There is a remedy for your trouble. എന്താ പറയുന്നത്, അച്ഛൻ എപ്പോഴത്തെയും പോലെ കൂളായിട്ട് പറയും, പേടിക്കേ വേണ്ട മോളെ, ഇതിനൊക്കെ ഒരു റെമഡി ഉണ്ട് എന്ന് പറയും, ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടെന്ന് അച്ഛൻ പറയും. I don't think, Father, that you really understand how hard it is for me. I am also in debt to my readers. What would have become of me if no one had wanted to read my books? അച്ഛാ, ഞാൻ ഇവർക്ക് മാത്രമൊന്നുമല്ല, ഇനിയും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എൻ്റെ വായനക്കാർക്ക്. കാരണം അവരൊന്നും എൻ്റെ ബുക്ക് വായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു എന്നോർത്ത് ഞാൻ അവർക്കും കടപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഓൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ. എന്താണ്, എന്നെക്കുറിച്ച് എഴുതിയവരെയും മറക്കാൻ പാടില്ല. പിന്നെയോ, തിങ്ക് ഓഫ് ഓൾ ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ. എനിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തവരെയും നമുക്ക് മറക്കാൻ പാടില്ല. ഐ ഓഫ് ദം ഗ്രാറ്റിറ്റ്യൂഡ് ഫാദർ ബോത്ത് ഫോർ ദെയർ പ്രൈസ് ആൻഡ് ഫോർ ദെയർ സെൻഷർ. എന്താണ്, ഞാൻ അവരോട് നന്ദി കടപ്പെട്ടിരിക്കുന്നു വച്ചാൽ അവരെനിക്ക് വേണ്ടി എന്നെ പുകഴ്ത്തിയതിനും എന്നെ വിമർശിച്ചതിനും. സെൻഷർ എന്ന് പറഞ്ഞാൽ വിമർശനമാണ് അല്ലേ. എന്നെ കുറേ ആൾക്കാർ പുകഴ്ത്തിയിട്ടുണ്ട്, കുറേ ആൾക്കാർ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ അവർക്കെല്ലാം കടപ്പെട്ടിരിക്കുന്നു. കാരണം അവരുടെ എല്ലാം വിമർശനവും പുകഴ്ത്തലും ഒക്കെ എൻ്റെ ലിറ്ററേച്ചറിന്, എൻ്റെ എഴുത്തിന് സഹായിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അവർക്കെല്ലാം കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എഴുത്തുകാരി പറയുന്നത്. Yes, father will say, and I shall see him look a little less calm. ശരിയാണ്, നീ പറയുന്നതൊക്കെ ശരിയാണെന്ന് അച്ഛൻ പറഞ്ഞിട്ട് കുറച്ച് എന്താ പറയുക, ഡിസ്റ്റർബ്ഡ് ആയ പോലെ അല്ലേ, അച്ഛന് കുറച്ച് വിഷമമുള്ളതുപോലെ തോന്നും. റിമെമ്പർ ഓൾ ഹു ഹാവ് ഹെൽപ്പ് മീ ഫാദർ. എന്നെ സഹായിച്ചവരെയൊക്കെ ഓർമ്മിക്കണം അച്ഛാ. ഐ ഷാൽ സേ, ഞാൻ പറയും. തിങ്ക് ഓഫ് മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എസൽഡേ ഹു ട്രൈഡ് ടു ഓപ്പൺ ഡോർസ് ഫോർ മീ വെൻ നോ വൺ ഡെയർഡ് ടു ബിലീവ് ഇൻ മീ. എന്നെ ആരും വിശ്വസിക്കാതിരുന്നൊരു കാലമുണ്ടായിരുന്നു, അന്നും എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന, എന്നുവെച്ചാൽ എന്നെ വിശ്വസിച്ച എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയുണ്ട്, എന്നെ വിശ്വസ്തയായ കൂട്ടുകാരി എസൽഡേ, അവളെ ഓർമ്മിക്കണം. പിന്നെയോ, ഓൾ ദ ലവ് ദാറ്റ് ഹാസ് കം ടു മീ, ദ ഓണേഴ്സ്, ദ ഡിസ്റ്റിങ്ഷൻസ്. എനിക്ക് വന്ന എല്ലാ ബഹുമതികളും അംഗീകാരങ്ങളും ഒക്കെ ഞാൻ നന്ദിയോടെ ഓർക്കണം.
ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ് നൗ ദാറ്റ് ഐ ഹാഡ് ടു കം ടു യു ടു ആസ്ക് ഹൗ സച്ച് ഡെപ്റ്റ്സ് ക്യാൻ ബി പെയ്ഡ്. എന്താണ്, ഞാൻ ഇത്തരത്തിലുള്ള കടങ്ങൾ എങ്ങനെ വീട്ടാം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. ഇപ്പം അച്ഛന് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡിസ്റ്റിങ്ഷൻസ്, ഹോണേഴ്സ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ബഹുമതികളാണ് കേട്ടോ. ബഹുമതികൾ എന്നുള്ള അർത്ഥമാണ്. ഫാദർ ഹാസ് ലോവേർഡ് ഹിസ് ഹെഡ് ആൻഡ് ഡസ് നോട്ട് ലുക്ക് സോ ഹോപ്പ്ഫുൾ എനിമോർ. അച്ഛൻ ഇത്ര നേരം നല്ല കോൺഫിഡൻറ്റിൽ പറയായിരുന്നു ഇതൊന്നൊരു വിഷയമല്ല, ഇതിനൊക്കെ പരിഹാരമുണ്ടെന്ന്. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ആകെ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ ഇതിനെന്താ ഒരു പരിഹാരം എന്നോർത്ത് തല താഴ്ത്തി ഇരുന്നു. ഐ അഗ്രി ഡോട്ടർ, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു, ബട്ട് ഷുവർലി ദർ ഇസ് നത്തിങ് മോർ യു ഓഫ് എനി വൺ. എന്താ പറയുന്നത്, പേടിക്കണ്ട മോളെ, ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിലും ഇതിൽ കൂടുതലൊന്നും നിനക്ക് ആരോടും നീ ഓഫ് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കലാണ്. Yes, father, I have found it difficult enough to bear all that I owe before, but my biggest debt has not yet come. That is why I had come to you for advice. എന്താണ്, ഇതുവരെ പറഞ്ഞു ഇനിയും ഇതിനേക്കാളും വലുതാണ് എൻ്റെ ഏറ്റവും വലിയ കടമെന്ന് പറയുന്നത്, ഇതിനേക്കാളൊക്കെ വലുതാണ്, ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ല, അതുകൂടി കൊണ്ടാണ് ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. I cannot understand how you could owe still more, father will say. Oh yes, I will reply, and then I will tell him all about this. എന്താണ്, ഇനിയും നിനക്ക് കടോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ നിനക്ക് ഇത്രയും മാത്രം ഇത് വന്നത് എന്ന് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയും. ഓ യെസ് അച്ഛാ, ഉണ്ട് അച്ഛാ, ഇനിയും ഉണ്ട് അച്ഛാ എന്ന് ഞാൻ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയും. എന്ത് പറയും, നോബൽ പ്രൈസ് കിട്ടിയ കാര്യങ്ങൾ വരെ പറയും. ഐ ജസ്റ്റ് കനോട്ട് ബിലീവ് ദ അക്കാദമി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അക്കാദമി അത്രയും നിർത്തിയിട്ട് പറയലാണ്. ഫാദർ വിൽ സേ, ബട്ട് ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സീയിങ് മൈ ഫേസ് ഹി വിൽ നോ ഇറ്റ് ഈസ് ഓൾ ട്രൂ. എന്താണ്, അക്കാദമി അവാർഡ് നിനക്ക് ലഭിച്ചോ എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ എൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മുഖത്തെ കോൺഫിഡൻസും സന്തോഷം കാണുമ്പോൾ അച്ഛൻ പറയും ഇതൊക്കെ സത്യം തന്നെയാണെന്ന് അച്ഛൻ വിശ്വസിക്കും. ആൻഡ് ദെൻ എവ്രി റിങ്കിൾ ഇൻ ഹിസ് ഫേസ് വിൽ ട്രംബിൾ ആൻഡ് ടിയേഴ്സ് വിൽ കം ഇൻ ടു ഹിസ് ഐസ്. എന്താണ്, അദ്ദേഹത്തിൻ്റെ നെറ്റിയിലും എല്ലാം ചുളിവുകളൊക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും സന്തോഷം കൊണ്ട്, എന്നിട്ട് കണ്ണുനീർ വരും. Think, father, it is not only honor and money they are bestowing on me. They have shown that they have trust enough in me to single me out before the whole world. How shall I repay this debt? എന്താ പറയുന്നത്, എനിക്ക് അവർ പണവും ആദരവും മാത്രമല്ല തരുന്നത്, ബഹുമതികളും മാത്രമല്ല തരുന്നത്, എന്നെ ഈ ലോകത്തിന് മുമ്പിൽ മൊത്തം എന്നെ അംഗീകരിക്കുന്ന രീതിയിൽ അവരെന്നെ വിശ്വസിച്ചിരിക്കുന്നു. എനിക്ക് നോബൽ പ്രൈസ് തന്നിരിക്കുന്നു, ലോകം മുഴുവൻ കാണുന്ന തരത്തിൽ എന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഫാദർ എന്താ ചോദിക്കുന്നത്, ആ കടം ഞാൻ എങ്ങനെ വീട്ടും അച്ഛാ എന്നാണ് ചോദിക്കുന്നത്. ഫാദർ വിൽ സിറ്റ് ആൻഡ് സ്റ്റിൽ നോ വേർഡ്സ് വിൽ കം ആസ് ഹി തിങ്സ്. എന്താണ്, അച്ഛൻ ഇങ്ങനെ ആലോചിച്ചിരിക്കും, ഒന്നും വേറെ ഒന്നും പറയുന്നില്ല അച്ഛൻ. ഓക്കെ, ദെൻ ഡ്രൈയിങ് ടീയേഴ്സ് ഓഫ് ജോയ് ഫ്രം ഹിസ് ഐസ് ഹി വിൽ ബാങ് ഡൗൺ ഹിസ് ഫിസ്റ്റ് ഓൺ ദ ആം ഓഫ് ദ റോക്കിംഗ് ചെയർ ആൻഡ് സേ. എന്താണ്, കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് സന്തോഷ കണ്ണുനീരൊക്കെ തുടച്ച് കളഞ്ഞിട്ട് കൈ ഇങ്ങനെ ചുരുട്ടി ആ ചെയറിൻ്റെ അതിൻ്റെ കൈക്കൊരു ഇടി ഇടിച്ചിട്ട് അച്ഛൻ പറയും, എന്താ പറയുക, I will not rack my brains about problems that no one in heaven or on earth can solve. എന്താണ്, ഞാൻ എൻ്റെ ഞാൻ എൻ്റെ തല വെറുതെ പുകച്ച് ഇതാക്കില്ല, സന്തോഷം ഇല്ലാണ്ടാക്കില്ല. എന്താണ്, ആർക്കും സ്വർഗത്തിലോ ഭൂമിയിലോ ഉള്ള ആർക്കും പരിഹരിക്കാൻ പറ്റില്ലാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് എൻ്റെ സന്തോഷം കെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I am too happy that you have been given the Nobel Prize to worry about anything. ഞാനിപ്പോൾ വേറെ ഒന്നിനെക്കുറിച്ച് ആലോചിക്കില്ല, എനിക്ക് വളരെ സന്തോഷമാണ്, കാരണം നിനക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്നോർത്ത്. യുവർ മെജസ്റ്റീസ്, അപ്പോൾ അവിടെ വരെ പറഞ്ഞു നിർത്തലാണ് കേട്ടോ. ഇനി അടുത്തത് യുവർ മെജസ്റ്റീസ്, യുവർ റോയൽ ഹൈനസ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ. എന്താ സംഭവം, അത് ഒരു പ്രസംഗമാണ് അല്ലേ. അപ്പോൾ അവർ നമ്മുടെ എഴുത്തുകാർ അവാർഡ് വാങ്ങുന്ന ചടങ്ങിൽ സംസാരിക്കുന്നതാണ്. ഓക്കെ, having received no better answer than this to all my questions, it only remains to me to ask you to join me in the toast which I have the honor to propose to the Swedish Academy. എന്താ പറയുന്നത്, പ്രിയപ്പെട്ട ആൾക്കാരെ, പ്രിയപ്പെട്ട രാജാക്കന്മാരെ, ആരൊക്കെയുള്ള റോയൽ ഹൈനസ്, പിന്നെന്താണ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, എല്ലാവരും. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി ഇല്ല, പക്ഷേ എനിക്ക് ഇവരോടുള്ള ഈ അക്കാദമിയോടുള്ള എൻ്റെ നന്ദിയിൽ നിങ്ങളും പങ്കുചേരണേ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ ഈ സ്റ്റോറി. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്